പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മകരം തിരുനാളിന് ജനുവരി 10 കൊടിയേറും. 27 തിരുനാൾ സമാപിക്കും. നമ്മുടെ 379 മകരം തിരുനാൾ സാധാരണ പോലെ തന്നെ ജനുവരി 10 ആരംഭിച്ച് 27 സമാപിക്കുന്നു. ഈ തിരുനാളിൻ്റെ അത്യാവശ്യമുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അതിനു മുമ്പായിട്ട് പ്രാർത്ഥനയുമായി സംബന്ധിച്ച് നമ്മൾ 1 മുതൽ 9 വരെ വിശുദ്ധൻ്റെ നവനാൾ പ്രാർത്ഥനകൾ നടത്തും. 10 കഴിഞ്ഞ കുറേ 30 വർഷത്തോളമായി പാലയിലെ ഒരു ഗ്രൂപ്പ് നമ്മുടെ കൊടി അവർ ഓരോ വർഷവും പുതിയ കൊടി സ്പോൺസർ ചെയ്യും. ഈ പ്രാവശ്യവും അവർ ആ ഗ്രൂപ്പ് ആ കൊടി ചെയ്യുന്നുണ്ട്. അവർ 1 മാസത്തിന് മുമ്പ് കൊടിക്കുള്ള തുണി ഇവിടെ കൊണ്ടുവരികയും പ്രാർത്ഥിച്ചത് കൊടുത്തുവിടുകയും ചെയ്യും. അതിനുശേഷം ജനുവരി 1 പൂർത്തിയായ കൊടി ഇവിടെ കൊണ്ടുവരികയും അവരുടെ പലരുടെ ആയിരിക്കുന്ന ഇടവക പള്ളികളിലും അവരുടെ ചെറിയ പള്ളികളിലുമൊക്കെ വെച്ചത് പ്രാർത്ഥിച്ച് പിന്നീട് 10 രാവിലെ 9 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുകയും 2 മണിയോടെ ഇത് പള്ളിയിലെത്തുകയും ചെയ്യും. അങ്ങനെ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന കൊടി നമ്മൾ വിശുദ്ധൻ്റെ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് 4:30 മണിയോടെ കൊടി ബീച്ചിലുള്ള പ്രത്യേകം അലങ്കരിച്ചുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും അവിടെ നിന്ന് 5:30 മണിക്ക് പ്രദക്ഷിണയായി ഇടവക ജനം മുഴുവൻ്റെ അകമ്പടിയോടുകൂടി ഇത് ദേവാലയത്തിലെത്തുകയും 6:30 മണിക്ക് രൂപതാധ്യക്ഷൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടെ മകരം തിരുനാളിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 379 മകരം തിരുനാളിന് ജനുവരി 10 കൊടിയേറും. 27 വരെയാണ് തിരുനാൾ നടക്കുക. തിരുനാൾ ദിനങ്ങളിൽ രാവിലെ 5:30 ദിവ്യബലി, 6:45 പ്രഭാത പ്രാർത്ഥന, ദിവ്യബലി വൈകിട്ട് 5 ജപമാല, നൊവേന, 6 ആഘോഷമായ ദിവ്യബലി, 7:30 ധ്യാനപ്രസംഗം എന്നിവ നടക്കും. ബസിലിക്ക റെക്ടർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഡെൻസി ബെഞ്ചമിൻ കാട്ടുങ്കൽ, ഫാദർ ജേക്കബ് ആൻസൺ പുത്തൻചാലയ്ക്കൽ, ഫാദർ ജോസഫ് അൽഫോൻസ് കൊല്ലാപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജനുവരി 10 വൈകിട്ട് 4 മണിക്ക് പാലായിൽ നിന്ന് തിരുനാൾ പതാക ആർത്തുങ്കൽ ബസിലിക്കയിലെത്തും. തുടർന്ന് തിരുനാൾ വിളംബര വെടിമുഴക്കം നടക്കും. 5:30 തിരുനാൾ പതാക പ്രയാണം പ്രധാന കടൽത്തീരത്ത് നിന്ന് ആരംഭിക്കും. ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. 7 നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ കാർമ്മികത്വം വഹിക്കും. 3 റീത്തുകളിലുമുള്ള മെത്രാന്മാരുടെ കുർബാന നമ്മൾ എല്ലാ വർഷവും സജ്ജീകരിക്കുന്നതാണ്. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ കുർബാനകൾ സജ്ജീകരിക്കും. പ്രാർത്ഥനകളും നൊവേനകളും ആരാധനകളും അതിൻ്റെ ഭാഗമായ ദേവാലയത്തിലെ ശുശ്രൂഷകൾ അതിൻ്റെ മുറ പോലെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നടത്തിപ്പോവുകയെയും ചെയ്യും. ഇതിനായി ഏതാണ്ട് ഒരു 11 അംഗ കമ്മിറ്റികൾ 11 കമ്മിറ്റികൾ നമ്മൾ വ്യത്യസ്തങ്ങളായ ആൾക്കാർ, അതായത് കമ്മിറ്റി അംഗങ്ങളെന്ന് പറഞ്ഞാൽ പാരിഷ് പാസ്റ്ററൽ കൗൺസിലിനെയും ഫൈനാൻസ് കൗൺസിലിനെയും ഇതര ശുശ്രൂഷകരെയും ചേർത്തൊരു 11 കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. പബ്ലിസിറ്റിയായി ഈ പ്രാവശ്യം ഒരു 100ഓളം ഫ്ലക്സുകൾ വ്യത്യസ്ത സ്ഥലങ്ങളായി സ്ഥാപിക്കുന്നു. പിന്നീട് തിരുനാളിന് 30 ദിവസമുള്ള ഏറെ റേറ്റിംഗിലേക്ക് കയറി വന്ന കൗണ്ട് ഡൗൺ വീഡിയോസ് 1 മിനിറ്റോളമുള്ളത് എല്ലാ ദിവസവും അത് വളരെ കാര്യക്ഷമമായി 3-4 ചാനലുകളിലൂടെ കയറി വരുന്നു. അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പ് ഷെയറിങ്ങിലും പിന്നെ ടെലഗ്രാമിലുമൊക്കെയായി ഇത് ബൂസ്റ്റ് ചെയ്യപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റ് വഴിയുള്ള നമ്മുടെ സാധാരണയുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രാവശ്യം തിരുനാളിന് നമുക്ക് സന്തോഷമുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ലേഡീസ് ടോയ്ലറ്റ് പുതിയത് പൂർണ്ണമായിരുന്നു. ഈ പ്രാവശ്യത്തെ തിരുനാളിനത് ജെൻസിനുമായിട്ടുള്ള വിശാലമായ ബാത്റൂം സൗകര്യം, വാഷ്റൂം സൗകര്യം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ സാധാരണ ഇവിടെയുള്ള ഈ കുമ്പസാരം ഒരു 7 കൂദാശയാണ്. അപ്പോൾ നമ്മൾ നടത്തിയിരുന്നത് പഴയ പള്ളിയിലാണ്. അപ്പോൾ അതിനൊരു ആൾത്തിരക്കുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രൈവസിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടത് പ്രത്യേകമായി പള്ളിയുടെ തൊട്ടടുത്ത് ശരിയാക്കിയിട്ടുള്ള കൺഫെഷൻ സെൻറ്ററിലേക്കായിരിക്കും ഈ പ്രാവശ്യം അത് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രാർത്ഥനാ ക്രമീകരണങ്ങളൊക്കെ സ്വാഭാവികമായി നടക്കുന്നവയായിരിക്കും.